അനുരാഗം ഹൃദിമോഹം മനോഹരമായിരിക്കും. എടുത്ത് മാറ്റാൻ പറടാ. ട്രാക്ക് മാറ്റി. അനുരാഗം ഹൃദിമോഹം അകതാരിൽ വിരിയാൻ അലയായി നീൻ അരികിൽ വരുമോ. നല്ല ശബ്ദം, നല്ല ശബ്ദം പറയും. എന്ന് ചോദിച്ചോട്ടെ അതുകൊണ്ടാണ് ഇങ്ങനെ ഷെഫിൽ നിന്നും MC-യിലേക്ക് മാറിയത്. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് മലയാളത്തിൽ നായകനായിട്ട് GP വരുന്നത്. എക്സ്പ്ലെയിൻ ഇടവേള. എന്റെ ഇതിനു മുമ്പുള്ള നായകനായിട്ട് ഞാൻ അഭിനയിച്ച പടം ഏതാണ്? നായകൻ എന്ന് പറഞ്ഞാലും ഞാനൊരു പാട്ടിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഇങ്ങനെ അവിടെയും കല്യാണം കല്യാണച്ചക്കനായി മാറി. കല്യാണ വീരനോ? ചിലർക്ക് അങ്ങനെയാണ്, ഒരു കാര്യം തുടങ്ങിയ പിന്നെ നിർത്തില്ല എന്ന് പറയും. ചിലർക്ക് അങ്ങനെയാണ്, ഒരു കാര്യം തുടങ്ങിയ പിന്നെ നിർത്തില്ല എന്ന് പറയും. ഇനിഷ്യലും മനു കേരളീയൻ അല്ല, മനു കെ എന്നായിരിക്കും. ഞങ്ങൾ അതിലേറെ പാവാണ്. ഞങ്ങളും ജീവിക്കാൻ വേണ്ടിയാണ് ഇതിന്റെ മുമ്പിൽ ഇരിക്കുന്നത്. ഒരു മാരേജ് എന്ന് പറയുമ്പോൾ അതൊരു ഫൈറ്റ് ആണ്. ആ ഫൈറ്റിൽ നിങ്ങൾക്ക് ഇടപെടാൻ പറ്റും. ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു സിനി ടോക്സ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മനോരാജ്യം എന്ന മൂവിയിലെ നായകനും നായികയാണ്. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. അവർ GP ആൻഡ് രഞ്ജിത. താങ്ക് യു. അപ്പം എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? മനോരാജ്യം മനോരാജ്യത്തിലാണ് അതാണ് ഞങ്ങളുടെ മെയിൻ വിശേഷം. മനോരാജ്യം ഓഗസ്റ്റ് 30-ാം തീയതി ഇറങ്ങുന്നു. തെളിവാൻ എന്നുള്ള സോങ് ഒക്കെ കണ്ടല്ലോ. മനോഹരമായിട്ടുള്ള 1-2 സോങ്ങുകളുണ്ട്. അതൊക്കെ ആയിട്ട് ഓസ്ട്രേലിയയിലാണ് കംപ്ലീറ്റ് ഷൂട്ടിംഗ്. എന്തിനാ ചോദിക്കുന്നത്? ചോദിച്ച മാത്രം പറഞ്ഞല്ലോ. ഇനി ചോദ്യത്തിന് ഉത്തരം ഇനി ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയൂ. അങ്ങനെ പറയും. ഒരു ബന്ധമുണ്ട് എന്ന് ചോദിച്ചോട്ടെ. ഓ, ഇതെന്താണ്? ഷെഫ് മോഡോ? MC മോഡ്? ഓ, ഷെഫായിരുന്നു. ഇത് മാരീഡ് ആണല്ലോ. അല്ല, ഗ്രാൻഡ് ഹയാത്ത് കൊച്ചി. ഓ, 2015 and 2022 നമ്മൾ രണ്ടുപേരും ഫോട്ടോ ഇങ്ങനെ കൊളാഷ് ചെയ്തിരുന്നു. 2024 ആങ്കറുമായി. സൂപ്പർ, അടിപൊളി. ഞാൻ പേസ്ട്രി ഷെഫും ആണ്. അങ്ങനെ ഹയാത്തിൽ വന്ന സമയത്ത് നമുക്ക് പേസ്ട്രി ഒന്നും കൊണ്ടുവന്നില്ലേ? സോറി, പിന്നെ കൊണ്ടുവരാം. അത് വളരെ മോശം പരിപാടിയല്ലേ. ഇത് ഷെഫാണ്, പേസ്ട്രി ഷെഫാണെന്നൊക്കെ പറയുമ്പോ. അപ്പൊ അന്ന് ഇങ്ങനെ പേസ്ട്രീസ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇപ്പൊ മധുരകരമായിട്ടുള്ള കഥകൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. കത്തി വെച്ച് ഓക്കെ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഷെഫിൽ നിന്നും MC-യിലേക്ക് മാറിയത്? എത്ര കാലം ഷെഫായിരുന്നു? ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ആങ്കറിംഗിലാണ്. MC ആങ്കറിംഗ് ആണ്. പിന്നെ ഇടയിൽ ഒന്ന് കുറച്ച് നാളെ ഇഷ്ടം തോന്നിയോണ്ട് അതൊന്ന് ലേൺ ചെയ്തു. പിന്നെ കുറച്ചാൾ വർക്ക് ചെയ്തു. അങ്ങനെയുള്ളൂ. നമുക്ക് ഞാൻ ചോദിച്ചോട്ടെ. മറ്റൊരു കാര്യം, അതായത് ഈ വിവാഹം എന്ന് പറഞ്ഞാൽ വലിയ, ഞങ്ങൾ സോഷ്യൽ മീഡിയ ആണെങ്കിലും പ്രേക്ഷകരാണെങ്കിലും ഒരുപാട് എൻജോയ് ചെയ്ത ആ ഒരു മൊമെന്റ്സിലൂടെ ഞങ്ങൾ കടന്നുപോയത്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് വേറൊരു നായകനായിട്ട് അത് മനസ്സിൽ നിന്ന് പോയി. വേറൊരു സിനിമയിലെ നായകനായിട്ട് എന്ന് പറയുന്ന ആ ഒരു മനസ്സിലുള്ള ചിത്രം ഉണ്ടല്ലോ GP പറ്റിയുള്ളത്. ആദ്യം ഒരു ആങ്കർ ആയിട്ട് കണ്ടു, പിന്നെ നായകനായി, സിനിമാ നടനായി, കല്യാണ ചക്കനായിട്ടാണോ കുട്ടി കണ്ടുകൊണ്ടിരിക്കുന്നത്? മനസ്സിൽ കല്യാണ ചക്കനാണ്. ഇനി ഈ മൂവി ഇറങ്ങി കഴിഞ്ഞിട്ട് വേണം വീണ്ടും നായകനാണ്. ആ ഗോപിക GP ആ ഒരു
ഒരു മൈൻഡിലായിപ്പോയി ഞങ്ങള്. സത്യമായിട്ടും പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ വീണ്ടും സിനിമ ഇറങ്ങാന്ന് പറഞ്ഞപ്പോ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. രഞ്ജിത പെട്ടുട്ടോ. അപ്പൊ തെളിവാன സോങ് ആ സോങ്ങില് വിഷ്വൽസ് കണ്ടിട്ട് കുട്ടിക്ക് ആകെ അസ്വസ്ഥമായിട്ടുണ്ടാവില്ല. ആണല്ലേ? പ്രശ്നമാണ്. കേരള സമൂഹം ഇവിടെ ഇങ്ങനെ അവിടെയും കല്യാണം കല്യാണച്ചക്കറായി മാറിയത്. ഒരു കാര്യം ചെയ്യുമ്പോ ഞാനിങ്ങനെ പിന്നെ അത് മൊത്തം അവിടെയും കല്യാണം വീരനോ. ഓക്കെ അല്ലേ, ചിലർക്ക് അങ്ങനെയാണ്. ഒരു കാര്യം തുടങ്ങിയ പിന്നെ നിർത്തില്ല എന്ന് പറയും. മനസ്സിലായില്ല മൂവിയിലെ കാര്യം പറഞ്ഞത്. ഓക്കെ, മൂവിയില് ഇപ്പം ബ്രൈഡ് ഒരു ക്രിസ്ത്യൻ ബ്രൈഡായിട്ടാണ് ആൻഡ് ഇത് ഹിന്ദു ഗ്രൂമായിട്ടാണ്. ഈ ഒരു പോസ്റ്റിന് ഞങ്ങൾ എന്താണ് മനോരാജ്യത്തെ പറ്റിയുള്ള ഒരു സമ്മിശ്ര വിവാഹത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയി സംസാരിക്കുന്ന ഒരു സിനിമയാണ് മനോരാജ്യം എന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിലും അതൊന്നല്ല. ഇതൊരു ബേസിക്കലി എന്ന് വെച്ചാൽ മനു കേരളീയൻ എന്നാണ് എന്റെ കഥാപാത്രത്തിന്റെ പേര്. മനു കേരളീയന്റെ സ്വഭാവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം കേരളത്തനിമ ഇപ്പോഴും മെൽബേണിലും കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണ്. മെൽബേണിൽ പോയാലും ഇത് മെൽബേണിൽ നടക്കുന്ന ഒരു കല്യാണമാണ്. അവിടെയും ഇങ്ങേര് മറ്റേ മുണ്ടും ഭസ്മക്കുറിയൊക്കെ ഇട്ട് നടക്കുന്ന മനസ്സിൽ എപ്പോഴും ഒരു മലയാളിത്വമുള്ള ഈ കേരളീയൻ എന്നുള്ളത് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ പേരാണ്. പഴംപൊരി, പരിപ്പുവട തുടങ്ങിയ സാധനങ്ങൾ പാക്കറ്റിലാക്കി വെക്കലാണ്. ഒരു വ്യവസായി കൂടിയാണ് അദ്ദേഹം. കേരളീയൻ പ്രൊഡക്ട്സ് എന്നാണ് പേര്. അങ്ങനെയാണ് മനു കേരളീയൻ എന്ന ആൾക്കാരെ അദ്ദേഹത്തിന് വിളിച്ചു തുടങ്ങിയത്. സ്വാഭാവികമായിട്ട് ഒരു മെൽബോണിൽ നടക്കുന്ന ഒരു വെഡിങ്ങിന്റെ സ്വഭാവമാണ് ഇത്. എന്നുവെച്ചാൽ അതവിടെ നാച്ചുറൽ ആയിട്ട് ഒരു ക്രിസ്ത്യൻ വെഡിങ് സ്വഭാവമാണ്. ഇതാണ് കുറച്ച് വീട്. അപ്പൊ അല്ലാതെ അയാള് മെൽബേണിൽ ഇങ്ങനെ തന്നെയാണ്. ഫുൾ സിനിമ നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് മെൽബേണിലാണ്. മനു കേരളീയൻ, എസ്പെഷ്യലി മനു കേരളീയന്റെ സ്പെഷ്യൽ ഒക്കേഷൻ അല്ല, മനു കെ എന്നായിരിക്കും. അല്ല അങ്ങനെയാണല്ലോ. അല്ല, ഞങ്ങൾ അതിലേറെ പാവമാണ്. ഞങ്ങളും ജീവിക്കാൻ വേണ്ടിയാണ് ഇതിന്റെ മുമ്പിൽ ഇരിക്കുന്നത്. രണ്ടുപേരും ജീവിക്കാനുള്ള കഷ്ടപ്പാടില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരസ്പരം മുന്നോട്ട് പോകാം. അപ്പം മനു കേരളീയൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തെ ചെയ്യുമ്പോൾ ഇത് എങ്ങനെയായിരുന്നു ചേട്ടാ? ആദ്യമായിട്ട് ഈ ഒരു സ്ക്രിപ്റ്റ് അടുത്തേക്ക് വരുമ്പോ ഇപ്പൊ എനിക്ക് ചോദിക്കുകയാണ്, നടന്നാണോ വന്നേനെ എന്നോട് ചോദിക്കും. അത് കയ്യിന്നൊക്കെ പോയി താൻ പറയുന്ന ഓരോന്ന് കേട്ടിട്ട് ആൾക്കാരുടെ ടേന്നൊക്കെ ശബ്ദം കേൾക്കുന്ന സ്ക്രിപ്റ്റ് അടുത്തേക്ക് വരുമ്പോ അപ്പൊ എന്നോട് ഞാൻ പറഞ്ഞില്ല, അടുത്ത് ചോദിക്കാൻ പോണത് നടന്നു വന്നതാണോ അല്ലെങ്കിൽ ഓട്ടോ വിളിച്ച് വന്നാണോ എന്നൊക്കെ ചോദിക്കരുത്. ചോദിക്കും. അതുകൊണ്ട് ഞാൻ ഈ സ്വഭാവമുള്ള എന്ത് ചോദ്യമാണ് ഇത്ര നേരം ഞാൻ ചോദിച്ചത്? അല്ലല്ല, അത് നമ്മൾ കാര്യങ്ങൾ ക്ലിയർ ആക്കിയിട്ടേ പോകാൻ പാടുള്ളൂ. സ്ക്രിപ്റ്റ് നടന്നാണോ അടുത്ത് വരുന്നത് എന്ന് ചോദിക്കുന്ന സ്വഭാവത്തിലുള്ള എന്ത് റെസ്പോൺസ് ആണ് ഇന്നത്തെ ഈ ഇന്റർവ്യൂ തുടങ്ങിയിട്ട് ഇതുവരെ എന്നിൽ നിന്ന് കിട്ടിയത്? അങ്ങനെ ഒരു സംഭവം കുട്ടിക്ക് തോന്നാനുള്ള ഒരു കാരണമാണ്. തഗ് മറുപടി ഒരു മറുപടി പറയും. ഇപ്പൊ നമ്മൾ ആകെ തുടങ്ങിയിട്ട് ആകെ 5 മിനിറ്റ് പോലും ആയിട്ടില്ലല്ലോ. അല്ല, അത് എന്തോ ആയിക്കോട്ടെ, ഈ ഒരു 5 മിനിറ്റിൽ ഇങ്ങനെ ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നു. അത് മനു കേരളീയൻ എന്ന് പറയുമ്പോ ഇനീഷ്യൽ പിന്നെ എന്താണെന്ന് കൂടി ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് പറയും? അപ്പൊ സ്ക്രിപ്റ്റ് അടുത്തേക്ക് വന്നപ്പോ അല്ല, ഞങ്ങൾക്കും അതാ പറയാനുള്ളത്. അല്ലേ, കല്യാണം ഇരുന്നാത്ര ശരിയാക്കി തരട്ടാ. അല്ല, സ്ക്രിപ്റ്റ് ബേസിക്കലി എന്താ വെച്ചാൽ മലയാള സിനിമയിൽ എനിക്ക് ഒരുപാട് സ്ക്രിപ്റ്റ് ഒന്നും എന്നെ തേടി വരുന്നില്ല. എന്നെ തേടി വരുന്ന സ്ക്രിപ്റ്റുകൾ എനിക്ക് അങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ചെയ്യാൻ തോന്നുന്ന സ്ക്രിപ്റ്റുകളും അല്ല. അതാണ് ടു ബി വെരി ഫ്രാങ്ക്. സ്ക്രിപ്റ്റ് വരുന്നില്ല എന്ന് പറയുന്നതിനേക്കാൾ ഞാനിപ്പോൾ ഒരു മാസം 2 3 കഥകൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. കാരണം ഈ സിനിമ ഞാൻ തന്നെ തിയേറ്ററിൽ പോയി കാണുമോ എന്ന് ഉറപ്പില്ലാത്ത കഥകളാണ് എന്നെ തേടി പലപ്പോഴും വരുന്നത്. അപ്പോൾ ഉള്ളതിൽ നമ്മളെ എക്സൈറ്റ് ചെയ്യുന്ന സിനിമകളെ നമുക്ക് തൽക്കാലത്തെ സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഈ സിനിമയിൽ എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിച്ചത് ഒരുപക്ഷെ കഥയേക്കാൾ കൂടുതൽ കഥാപാത്രമാണ്. കാരണം എനിക്കതിലൊരു കൗതുകം തോന്നി. മെൽബേൺ പോലെയുള്ള ഒരു സ്ഥലത്ത്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലയാളിത്വം മനസ്സിൽ കാത്തു സൂക്ഷിച്ച് നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വീക്ക്നെസ്സുകളുണ്ട്, സ്ട്രെങ്ത്തുകളുണ്ട്, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അപഹർഷതാ ബോധങ്ങളുണ്ട്, അദ്ദേഹത്തിൻ്റെ പല എലമെൻറ്റുകളുണ്ട്. അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. ആൻഡ് മോർ ഓവർ എന്നെ ഈ സിനിമയിലേക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത് ഞാനിപ്പോൾ ഇത്രയും കാലം ചെയ്ത മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു ഫുൾ ലെങ്ത് പല അഭിനയ സാധ്യതകൾ ഉള്ള ഒരു കഥാപാത്രമാണ്. അദ്ദേഹത്തിന് ഒരു എലമെന്റ് ഓഫ് ഹ്യൂമർ ഉണ്ട്, ഒരു എലമെന്റ് ഓഫ് സംഘർഷാവസ്ഥകളുണ്ട്, അസ്വസ്ഥതകളുണ്ട്. അദ്ദേഹം
മനസ്സ് തുറന്ന ആൾക്കാരെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ പല പല മുഹൂർത്തങ്ങളിലൂടെ അദ്ദേഹം കടന്നു പോകുന്നുണ്ട്. ആസ് എൻ ആക്ടർ അത് തീർച്ചയായിട്ടും എക്സൈറ്റിംഗ് ആണ്. കാരണം ഈ സിനിമയിൽ ഈ പശ്ചാത്തലങ്ങൾ വൃത്തിയായിട്ട് അഭിനയിക്കുക എന്ന് പറയുന്ന ചില സ്ഥലങ്ങളിൽ ഒരു ചാലഞ്ചാണ്. കാരണം ഒരു നൂൽപാലത്തിലൂടെ കടന്നു പോകുന്ന സീനുകൾ റഷീദ് പാറക്കൽ കൺസീവ് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആസ് എ പെർഫോമർ അതെനിക്കൊരു ചാലഞ്ചിങ് ആയിട്ട് ഫീൽ ചെയ്തു. അതാണ് ഏറ്റവും കൂടുതൽ എന്നെ ഇതിലേക്ക് അട്രാക്ട് ചെയ്തത്. സോ ദാറ്റ് നമ്മൾ ആക്ടേഴ്സിന് എപ്പോഴും ഒരു കൈയടക്കത്തോടു കൂടി ചെയ്യാനുള്ള ശ്രമമാണ് ഞങ്ങൾ ഇതിലൂടെ ചെയ്തത്. അത് നടന്നുണ്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ പ്രേക്ഷകരാണ് പറയേണ്ടത്. എന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് ഹ്യൂമർ ചെയ്യേണ്ടി വന്നിട്ടില്ല. പക്ഷെ ഇതൊരു റൊമാൻറ്റിക് ബ്ലാക്ക് കോമഡിയാണ്. ആക്ഷേപഹാസ്യം ആയതുകൊണ്ട് തന്നെ നമ്മളുടെ സിറ്റുവേഷൻസ് ഭയങ്കര ഹ്യൂമറസ് ആണ്. ചെയ്യുന്ന ആൾക്ക് ഭയങ്കര അസ്വസ്ഥതയായിരിക്കും. എന്ന് വെച്ചാൽ മനു കേരളീയന്റെ മാനസികാവസ്ഥ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം കടന്നു പോകുന്നത് ഭയങ്കര സങ്കീർണമായ തലങ്ങളിലൂടെയാണ്. പക്ഷെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഭയങ്കര കോമഡിയാണ്. ഇപ്പം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വടക്ക് നോക്കിയ എതിർത്തിൽ ശ്രീനിവാസൻ സാറിൻ്റെ ക്യാരക്ടർ, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ഒരു അസ്വസ്ഥതയിലൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷെ പുറത്തുനിന്ന് ആൾക്കാർക്ക് നോക്കുമ്പോൾ ഒരു കോമാളിത്തരമായിട്ടാണ് ചിലപ്പോൾ തോന്നുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷെ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ നമ്മൾ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഊടില്ല, ഉറക്കല്ല, അദ്ദേഹം ആകെ ഇൻസെക്യൂർ ആണ്. അതുപോലത്തെ ചില സ്വഭാവങ്ങളിലൂടെയൊക്കെ ഈ ക്യാരക്ടർ കടന്നു പോകും. നായികയായിട്ട് നാലാമത്തെ മൂന്നോ നാലോ എന്ന് വെച്ചാൽ ആദ്യം മണിയറയിൽ അശോക്, അതിലൊരു ക്യാരക്ടർ, അത് കഴിഞ്ഞ് സാജൻ ബേക്കറി, അത് കഴിഞ്ഞ് പത്രോസിന്റെ പടപ്പുകൾ ചെയ്തു, പോച്ചർ എന്ന് പറഞ്ഞിട്ട് നെറ്റ്ഫ്ലിക്സിലെ സാധനം ചെയ്ത് അഞ്ചാമത്തെ. ഈ ഒരു കൂടെയുള്ള ജിപിയുടെ കഥാപാത്രത്തോട് എങ്ങനെയായിരുന്നു ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്യാനായിട്ട് ചേർന്ന് പോവാൻ പറ്റി? ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ചേർന്ന് പോകേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ഫൈറ്റിനിടയിൽ ഇവര് തമ്മിൽ റൊമാൻസ് ആയത് കാരണം ഫൈറ്റ് ചെയ്യുന്ന ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ റൊമാൻസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നു. ഞങ്ങൾ തമ്മിൽ ഞങ്ങൾ തമ്മിൽ റൊമാൻസ് സ്ക്രീനിൽ കാണിക്കാൻ ചേർത്ത് പോകേണ്ടി വന്നു. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. യെസ്. ഇത് മാത്രമാണ് ഫൈറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടെന്ന് ചോദിക്കുന്നത്. രഞ്ജിതിനെ കുറിച്ച് കുറച്ച് കൂടുതൽ സംസാരിപ്പിക്കണം. എനിക്ക് ആവശ്യമുള്ളത് താനുള്ളപ്പോ ഞാൻ അതാണ് പ്രശ്നം. അത് വേണ്ട, താൻ സംസാരിച്ചിട്ട് ഇനി ഞാൻ സംസാരിക്കണം. ഷൂട്ട് 40-42 ദിവസം. അയ്യോ, അതുകൊണ്ടല്ല ഇയാൾ എവിടെ നിന്നാലും ഇയാളെ സംസാരിച്ചോളും. ഇയാൾക്ക് അങ്ങനെ സംസാരിക്കാനുള്ള ഒരു അതിമനോഹരമായിട്ടുള്ള കഴിവുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ നമ്മള് ചുറ്റുള്ളവർക്കൊക്കെ സേഫ് ആണ്, നമ്മൾ മിണ്ടാണ്ട് ഇരുന്നാൽ മതി. എന്നാലും പേഴ്സണൽ വിവാഹം കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു മൂവിയാണ് നമ്മൾ കാണാൻ വേണ്ടി കാത്തിരുന്നത്. ഷൂട്ട് ചെയ്ത വിവാഹത്തിന് മുമ്പാ ആണല്ലേ? ഓക്കെ. എന്നാലും ഇത് റിലീസ് ചെയ്യുമ്പോൾ എല്ലാവരും എക്സൈറ്റഡ് ആണ് മാരേജിന് ശേഷം വരുന്ന ഒരു മൂവി എന്ന നിലയ്ക്ക്. അപ്പം ഗോപികനെ പരിചയപ്പെടുന്നതിന് മുൻപായിരുന്നു ഈ ഒരു ഷൂട്ടും കാര്യങ്ങളും? അല്ല, പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട്. ഓക്കെ. അപ്പം ഒരു സിനിമയും അല്ലെങ്കിൽ വിവാഹ ജീവിതവും അല്ലെങ്കിൽ ഗോപികയെ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള മൊമെന്റ്സിലായിരിക്കും ഷൂട്ട് എന്ന് പറഞ്ഞല്ലോ. എങ്ങനെയുണ്ടായിരുന്നു ആ സമയത്ത് ഒരു എക്സ്പീരിയൻസ്? രഹസ്യമായിട്ട് കൊണ്ടുപോകായിരുന്നു ഈ ഒരു റിലേഷൻ. ഞങ്ങളെല്ലാവരും ലാസ്റ്റ് ആണ് അറിഞ്ഞത്. പക്ഷെ പ്രണയം രഹസ്യമായി കൊണ്ടുപോകാൻ നിങ്ങളോട് ആരാ പറയുന്നത്? പ്രണയമായിരുന്നില്ല, ഇറ്റ്സ് ആൻ അറേഞ്ച് മാരേജ്. അപ്പൊ ഗോപികയെ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള ആ സമയത്ത് ഞങ്ങൾ പ്രണയത്തിലായിരുന്നില്ല. അല്ല, കാര്യമായിട്ട് പറയാ, പ്രണയത്തിലായി റിലേഷൻഷിപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, ആയിരുന്നില്ല. അല്ല, ഞങ്ങളുടെ പ്രണയം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് തുടങ്ങുന്നത് കല്യാണത്തിന് ശേഷമാണ്. അതുവരെ ഇറ്റ് വാസ് എ വെരി ഫോർമൽ റിലേഷൻഷിപ്പ്. അതൊരു ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രണയത്തിലാവാനുള്ള സാഹചര്യങ്ങൾ കിട്ടിയിരുന്നില്ല. ഞങ്ങൾ കല്യാണത്തിന് മുമ്പ് പ്രോബബ്ലി 5-6 തവണ ആകെ നേരിട്ട് കാണുന്നുള്ളൂ. ഞങ്ങൾക്ക് അങ്ങനെ ഇരുന്നൊരു പ്രൈവറ്റ് ടൈം പോലും എഫോർഡബിൾ ആയിരുന്നില്ല. കാരണം രണ്ടുപേരും സെലിബ്രിറ്റീസ് ആയതുകൊണ്ട്. പിന്നെ പുള്ളിക്കാരുടെ ഷെഡ്യൂളും ഭയങ്കര ഹെക്ടിക് ആയിരുന്നു. അതുകൊണ്ട് ഇറ്റ് വാസ് എ വെരി പ്രാക്ടിക്കൽ ഡിസിഷൻ. ഒരു പ്രണയം ഓറിയന്റഡ് ഡിസിഷൻ ഒന്നും ആയിരുന്നില്ല. പ്രണയം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്പേസിലേക്ക് ഞങ്ങൾ പോകുന്നത് കല്യാണത്തിന് ശേഷമാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇത് കൺസിഡർ ചെയ്തിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ ഗോപികയെ പരിചയപ്പെട്ടിരുന്നു. ഫാമിലി പറഞ്ഞു ഞാൻ ഇത് കൺസിഡർ ചെയ്യണോ എന്നുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ കല്യാണം വേണോ വേണ്ടോ എന്നുള്ള കൺഫ്യൂഷൻ അപ്പോഴും ഉണ്ടായിരുന്നു. ഞങ്ങൾ പോലും പലപ്പോഴും ഞാൻ രഞ്ജിതയായിട്ട് ലൈഫ് ആഫ്റ്റർ മാരേജിനെ കുറിച്ചൊക്കെ ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ട് സംസാരിച്ചത്. കാരണം അപ്പോഴും ഞാൻ കൺസിഡർ ചെയ്തിട്ടില്ല.
ലൈക്ക് ശരിക്കും രഞ്ജിത ആ സമയത്തൊക്കെ ഒട്ടും ഇല്ലേ നമ്മൾ എന്ന് വെച്ചാൽ ഐ വാസ് കൺഫ്യൂസ്ഡ്. ഞങ്ങൾ മീൻസ് രഞ്ജിത വരെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് കല്യാണം കഴിക്കാത്ത, അല്ലെങ്കിൽ തന്നെ പോലെ ഒരാൾ ഇത്രയും ഫ്രണ്ട്സ് ഉള്ള ഒരാൾ കല്യാണം കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നമ്മൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷൻ ഉണ്ട്. അതെ, അപ്പൊ ആ സമയത്തിലൂടെ ഒക്കെ കടന്നു വരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് ഞാൻ പ്രണയത്തിലോ അല്ലെങ്കിൽ അന്ന് ഞാൻ ഗോപിയെ കല്യാണം കഴിക്കും എന്ന് പോലും തീരുമാനം ഉണ്ടായിരുന്നില്ല. പക്ഷെ വി വർ ഇൻ ടോക്കിംഗ് ടേംസ്. അതെ, അത് കുറെ കാലം അങ്ങനെ അപ്പോഴേ പറ്റുള്ളൂ. കാരണം അപ്പോഴേ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു സന്ദർഭ സാഹചര്യം കിട്ടുന്നു. ഇവിടെ 5 തവണ 4 തവണ അതിന് മുമ്പ് ആ കാണുന്നില്ലല്ലോ. പക്ക അറേഞ്ച് മാരേജ് ആണ്. ഇറ്റ്സ് എ വെരി പ്രാക്ടിക്കൽ ഡിസിഷൻ ഫ്രം ബോത്ത് സൈഡ്സ്. എന്ന് വെച്ചാൽ രണ്ടുപേരും വളരെ പ്രാക്ടിക്കൽ ആയിട്ട് എടുത്ത തീരുമാനമാണ്. സമയമെടുത്ത് ആലോചിച്ച് വേണോ വേണ്ടയോ ഇത് ഒഴിവാക്കണോ എന്നൊക്കെ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. അപ്പൊ രഞ്ജിതോട് അടുത്ത ചോദ്യം ചോദിക്കാം അല്ലെ. അപ്പൊ മാരേജിന് മുൻപ് ഡിസിഷൻ മേക്കിംഗിൽ നിൽക്കുന്ന ഒരാളാണ് GP-നെ കാണുന്നത്. മാരേജ് കഴിഞ്ഞിട്ട് GP-നെ കണ്ടപ്പം എന്താ ഒരു ഡിഫറൻസ് എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഒരു ഡിഫറൻസ് അങ്ങനെ തന്നെ മെച്ചൂരിറ്റി കുറച്ച് കൂടിയിട്ടുണ്ടാവും. ഇല്ല, നാവിന്റെ കുറച്ച് തിളക്കമുള്ള അല്ലാതെ വലിയ ഡിഫറൻസ് ഒന്നും കാണുന്നില്ല. ചേട്ടന്റെ ആണെങ്കിലും യൂട്യൂബിലും റീൽസിലൊക്കെ നമ്മൾ എപ്പോഴും കാണും സഹോദരങ്ങളുടെ ആ ഒരു തമ്മിലുള്ള ഒരു ബോണ്ട്. എപ്പോഴും റീൽസ് ആയിട്ടും യൂട്യൂബിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴാണെങ്കിലും എല്ലാവരും സിബ്ലിംഗ്സ് തമ്മിലുള്ള റിലേഷൻ കുറച്ചുകൂടെ ആ ഡെപ്ത് കുറച്ച് കൂടുതലാണെന്ന് എല്ലാവർക്കും ഫീൽ ചെയ്യാറുണ്ട്. അത് മാരേജിന് മുൻപും പിൻപും അങ്ങനെ അല്ല അങ്ങനെയല്ല. എനിക്ക് അങ്ങനെ മാരേജ് കൊണ്ട് ഇപ്പൊ സിബ്ലിംഗ്സിനോടുള്ള കുറച്ച് സിബ്ലിംഗ്സ് കൂടിയല്ലോ ഇപ്പൊ. ചേച്ചിയാണെങ്കിലും ഗോപികയാണെങ്കിലും ചേച്ചിയായിട്ടുള്ള ആ ഒരു ബോണ്ടിങ് അങ്ങനെ തന്നെയാണ്. ചേച്ചിയല്ല, ഗോപിക അനിയത്തിയാണ്. ഗോപിക അനിയത്തിയാണ്. ഓക്കെ, സിസ്റ്റർ ആയിട്ടുള്ള ബോണ്ടിങ് ആണെങ്കിൽ അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെയാണെങ്കിൽ എനിക്ക് അനിയനാണ്. അപ്പൊ നിങ്ങളിപ്പോ ഒരു ഗ്യാങ് ആയിട്ടാണ് ഇപ്പൊ സ്വാഭാവികമായിട്ടും കല്യാണം കഴിയുമ്പോൾ അങ്ങനെ എല്ലാ ഫാമിലിയിലും സംഭവിക്കുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു പരിപാടി. എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനോരാജ്യം കുറച്ചുകൂടെ നന്നായി എൻജോയ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ മനോരാജ്യത്തിൽ ഈ ഒരു എലമെന്റ് വരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിബ്ലിംഗ്സിന്റെ ഒരു സ്പേസ്. ഇവിടെ അനിയത്തി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഓസ്ട്രേലിയയിലുള്ള ഒരു ആക്ട്രസ് ആണ് അത് ചെയ്തിരിക്കുന്നത്. മലയാളിയാണ്, യശ്വി എന്നാണ് ആളുടെ പേര്. സോ ഇവർ തമ്മിലുള്ള ഒരു ബോണ്ട് ഭയങ്കര രസമാണ്. എന്ന് വെച്ചാൽ ചേച്ചിയും അനിയത്തിയും തമ്മിലുള്ള ഒരു ക്യാരക്ടർ സ്പേസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അത് മനോരാജ്യത്തിൽ ത്രൂ ഔട്ട് വളരെ മനോഹരമായിട്ട് അത് ആ ഒരു മുഹൂർത്തങ്ങൾ പോകുന്നുണ്ട്. നമ്മൾ തൂവലായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോങ് ഇറങ്ങുന്നുണ്ട്. അതിനകത്ത് മെയിനായിട്ട് ഫീച്ചർ ചെയ്യുന്നത് നമ്മൾ 3 പേരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും രഞ്ജിതയും യശ്വിയും കൂടിയുള്ളതാണ് അതിന്. അപ്പം അത് കാണുമ്പോൾ നിങ്ങൾക്കത് ശരിക്കും ഫീൽ ചെയ്യും. എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ 2 പേരും സിസ്റ്ററും തമ്മിലുള്ള ഒരു ബോണ്ടിന്റെ ഒരു ഭംഗി ആ പാട്ടിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. യുനെസ് എന്ന് പറഞ്ഞിട്ടുള്ള മ്യൂസിക് ഡയറക്ടറാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസം റീല് കണ്ടിരുന്നു ചേട്ടന്റെ ഭാര്യയുടെ വീട്ടിൽ റാഗിങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പഴയ പടങ്ങളൊക്കെ എടുത്തിട്ട് റാഗിനോണ്ടിരിക്കുകയാണോ ഇപ്പോഴും? അല്ല, അത് ഫസ്റ്റ് ഡേ സംഭവിച്ചൊരു പരിപാടിയാണ്. ആദ്യത്തെ ദിവസം പോയപ്പോ ഒരു കുസൃതി, അത്രേ ഉള്ളൂ. അത് എൻജോയ് ചെയ്തോ ശരിക്കും? അല്ല, അറിയുന്നില്ലല്ലോ. നമ്മുടെ പഴയ ഒരു വീഡിയോ എടുത്തിട്ട് ഇതൊരു കസിൻസ് ഒക്കെ ആയിട്ടൊന്നും പരിചയം വരുന്നേ ഉള്ളൂ. അതിന്റെ മുമ്പേ ആവുന്നതിന്റെ ഒരു സ്പേസ്. അതുപോലെ തന്നെ ഇപ്പൊ ഒരു സീനിയർ എന്നുള്ള നിലയ്ക്ക് മൂവിയിൽ സീനിയറോ ഗോപികനെ വെച്ച് നോക്കുമ്പോ ഗോപിക കുറച്ച് നാൾ മുന്നേ താരമാണെങ്കിലും കുറച്ച് കൂടുതൽ സിനിമാ മേഖലയിൽ സീനിയർ എന്ന് പറഞ്ഞ ജീവിച്ചേട്ടനാണല്ലോ. ആണെന്ന് തോന്നുന്നില്ല. കാരണം ഗോപികയ്ക്ക് 21 years of experience ഉണ്ട് സിനിമയിൽ. കാരണം 4 പഠിക്കുമ്പോൾ അഭിനയിച്ചാണ്. ഞാൻ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ചോദ്യം ചോദിച്ചോളൂ. സീനിയർ നിലയ്ക്ക് ഗോപികയ്ക്ക് ഉപദേശങ്ങൾ അങ്ങോട്ടും അല്ലെങ്കിൽ ഗോപികയാണ് ജീവിച്ചേട്ടൻ കൂടുതൽ സജഷൻസും ഒക്കെ തരാറുള്ളത്? അങ്ങനെ ഉപദേശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാറൊന്നുമില്ല. കാരണം അതിൻ്റെ ഒരു ആവശ്യമില്ല. ഗോപിക ഇസ് എ വെരി ഗുഡ് ആക്ട്രസ്. ഞാനായിട്ട് ഉപദേശിക്കേണ്ട ആവശ്യമൊന്നുമില്ല അഭിനയിക്കാൻ വേണ്ടിയിട്ട്. കാരണം വളരെ ചെറുപ്പത്തിൽ തന്നെ എന്ന് വെച്ചാൽ പ്രൊജക്ട് വരുമ്പോഴല്ല, നമ്മൾ ഒരു സാധനത്തെ അനലൈസ് ചെയ്യാൻ പറയും. ഇപ്പം മനോരാജ്യം ഗോപിക കണ്ടിരുന്നു, ഇപ്പൊ പെർഫോമൻസ് ഇഷ്ടമായി എന്നുള്ളത് പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നന്നായി ക്യാരി ചെയ്തിട്ടുണ്ട് ആ ഒരു ക്യാരക്ടറിനെ. ഈ പറഞ്ഞ പോലെ പല സന്ദർഭങ്ങളിലും ചാലഞ്ചിങ് ആയിട്ടുള്ള സ്പേസിലൊക്കെ തിരക്കേടില്ലാതെ ക്യാരി ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള ഫീഡ്ബാക്കാണ് ഗോപികയിൽ നിന്ന് കിട്ടിയത്. അതുപോലെ തന്നെ രഞ്ജിതയുടെ ഒരു ക്യാരക്ടർ ശരിക്കും ആ ഒരു അഭിനയത്തിന്റെ സമയത്തൊക്കെ നന്നായിട്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളൊരു കോൺഫിഡൻസ് എങ്ങനെയുണ്ട്?
കോൺഫിഡൻസ് തന്നെയോ, കോൺഫിഡൻസിലാണ് നമ്മൾ അഭിനയിക്കില്ലല്ലോ. അത് ചെറിയൊരു പടമാണ്, അങ്ങനെ ഒരുപാട് അങ്ങോട്ട് പെർഫോം ചെയ്ത് ഇത് ചെയ്യാനുള്ള സ്പേസ് ഒന്നുമില്ല. ചെറിയൊരു ഇൻസിഡന്റ് ആണ് ഈ സിനിമയെ കൊണ്ടുപോകുന്നത്. എനിക്ക് രഞ്ജിതയിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഒരു കാര്യം എന്താ വെച്ചാൽ, നമുക്ക് വളരെ ചെറിയ സ്പേസ് ആണ് ഇതിനകത്ത്, ലൈക്ക് മൊത്തത്തിൽ ഈ സിനിമയുടെ തന്നെ ചെറിയ സംഭവമാണ്, പക്ഷെ അതിനെ വളരെ സീരിയസ് ആയിട്ടാണ് രഞ്ജിത എടുക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ രഞ്ജിത എന്ത് ലൈഫിൽ ചെയ്യുമ്പോഴും വളരെ വളരെ കമ്മിറ്റഡ് ആയിട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്. എന്ന് വെച്ചാൽ വളരെ സീരിയസ് ആയിട്ട് അതിനെ നോക്കിക്കാണുന്ന ഒരാളാണ്. ഓരോന്നിനും ഒരുപാട് ചോദ്യങ്ങളും അതിൻ്റെ ലോജിക്കൽ സ്പേസിങ്ങും എല്ലാം വളരെ വ്യക്തമായിട്ട് ചോദ്യം ചെയ്യുന്ന ഒരു ആക്ട്രസ്സാണ്. പലപ്പോഴും ഞാൻ പല ആക്ട്രസിൽ നിന്നും കാണാത്ത കുറേ ട്രീറ്റ്സ് രഞ്ജിതയ്ക്ക് ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഒരു ക്രിയേറ്റീവ് സ്പേസിൽ ഉള്ള ചോദ്യങ്ങൾ മാത്രമല്ല, രഞ്ജിത ഈ സിനിമയിൽ ഒരു പാട്ട് എഴുതിയിട്ടുമുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ വിനീത് ശ്രീനിവാസൻ പാടിയ തെളിവാനം എന്നുള്ള സോങ് രഞ്ജിതയാണ് എഴുതിയത്. അപ്പോൾ ഒരു ആർട്ടിസ്റ്റിക് കാലിബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എഴുത്ത് പോലെയുള്ള സംഭവങ്ങൾക്കും കൂടി കാലിബർ ഉള്ള ഒരു വ്യക്തിയാണ്. അത് ഒരു കോൺട്രിബ്യൂഷൻ സിനിമയിൽ ധാരാളമുണ്ട്. എന്താണ് പറയൂ, മനോരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ് പേര്? മനസ്സിൽ നമ്മൾ കെട്ടിപ്പടുക്കുന്ന രാജ്യം, ഒരു ഫാന്റസി. അപ്പോ ആ ഒരു തീമിലുള്ള ഒരു ചോദ്യമാണ് മനോരാജ്യം എന്നുള്ള റൗണ്ടിന്റെ പേര് തന്നെ. ഓക്കെ, അപ്പൊ നമ്മൾ മനോരാജ്യം റൗണ്ടിലേക്ക് പോവാണ്. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, അപ്പൊ മനോരാജ്യം GP കണ്ട മനോരാജ്യം. മനോരാജ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്ന ഒരു സംഭവമാണ്. അത് ഒരു ഒറ്റ മനോരാജ്യമായിട്ടല്ല, സ്വാഭാവികമായിട്ടും ഇപ്പൊ ഈ സിനിമയുമായി ബേസ്ഡ് ആയിട്ടുള്ള ഒരു മനോരാജ്യമാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇത് ഇറങ്ങിയിട്ട് ആളുകളെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മളുടെ മനോരാജ്യം താല്പര്യം, അല്ലേ? സന്തോഷിപ്പിക്കും എന്നുള്ളതാണ് ഞാൻ കാണുന്നത് മനോരാജ്യം. എന്നുവെച്ചാൽ അതാണല്ലോ നമുക്ക് കാണാൻ ഇഷ്ടം. എന്ന് വെച്ചാൽ നമ്മൾ എന്റർടൈനേഴ്സ് ആണ്. നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് രണ്ട് കാര്യത്തിലാണ്. ഒന്ന്, സ്വാഭാവികമായിട്ടും ദിസ് ഇസ് വാട്ട് വി ഡു ഫോർ എ ലിവിങ്, അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു പ്രൊഫഷൻ വർക്ക് ഇതാണ്. രണ്ട്, അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആളുകളെ എന്റർടൈൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ഇത് രണ്ടുമാണ് ഒരു ഞങ്ങളുടെ ഈ പ്രൊഫഷന്റെ മെയിൻ പരിപാടി. അപ്പൊ സ്വാഭാവികമായിട്ടും ഞങ്ങൾ കാണുന്ന മനോരാജ്യം പറയുന്നതാണ്. ഇത് കാണുന്ന ആൾക്കാരുടെ മുഖത്ത് ഒരു ചിരി വരിക, ഇത് കാണുന്ന ആൾക്കാരുടെ മനസ്സിൽ എന്നുവെച്ചാൽ ഒരു സന്തോഷം വരിക, അവരെ എന്റർടൈൻഡ് ആവുക എന്നുള്ളതാണ്. അപ്പൊ സോങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ കണ്ട ഇപ്പൊ GP ഒന്ന് പറഞ്ഞല്ലോ, ഇതിപ്പോ എന്റെ ഭാഗത്ത് നിന്ന് ഇപ്പൊ ഓണൊക്കെ അല്ലേ വരുന്നത്. മഹാബലി ഭരിച്ചിരുന്ന സമയത്ത് ഒരു കാലമാണ് ഇപ്പൊ എന്റെ മനസ്സിലുള്ള മനോരാജ്യം. ഗോപിയുടെ അടുത്ത് ചോദിക്കുന്നതാണ് നല്ലത്. ഞാൻ ഇത് എനിക്കൊരു അതത് എനിക്ക് മനസ്സിലായി. ആ സന്തോഷം അടുത്ത തവണ ഗോപിക വരുമ്പോൾ ഞാൻ എന്തായാലും തരുന്നതായിരിക്കും. ഞാൻ ചോദിക്കാം, ഗോപിയുടെ അടുത്ത് ചോദിക്കാം എന്താണ് മനോരാജ്യം. അല്ല, നമ്മള് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണല്ലോ സ്വാഭാവികം. മാവേലിന്റെ ഇടയിൽ എന്തിനാണ്? അതെ, കുഴപ്പമില്ല, അതും നമുക്ക് മുന്നോട്ട് പോകാം. ഇനി രണ്ടുപേരുടെ ഒരുമിച്ച് വെക്കാൻ പോവാണ് നമ്മുടെ മൂവിയുടെ ഡയറക്ടർ കണ്ട മനോരാജ്യം. പുള്ളിയുടെ മനോരാജ്യം മിക്കവാറും അടുത്തൊരു അവാർഡ് കിട്ടണമെന്നായിരിക്കും. കാരണം വെറുതെ എവിടെ പോയാലും അവാർഡ് കിട്ടുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ ഇത് ഒരുപാട് ഷോർട്ട് ഫിലിംസും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഷോർട്ട് ഫിലിംസ് നമ്മളുടെ ഈ ഫിലിം അല്ല ഒരു അവാർഡ് കിട്ടുന്നുള്ളൂ. അല്ല, പക്ഷേ അദ്ദേഹത്തിന് അതൊരു ഭയങ്കര അങ്ങനെ ഒരു യോഗമുണ്ട്. അദ്ദേഹം ഫസ്റ്റ് ചെയ്ത സിനിമ സമീർ, അതിന് കുറേ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അതിന് മുമ്പ് ചെയ്ത ഷോർട്ട് ഫിലിംസ് കുറെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. നോവൽ എഴുതി, അതിനും അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഇത് ഒരു കുസൃതി പടമാണ്. എന്ന് വെച്ചാൽ അവാർഡൊന്നും കിട്ടാൻ ഒരു സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമാശ പടങ്ങൾക്ക് അങ്ങനെ ആൾക്കാർ അവാർഡ് കൊടുക്കില്ലല്ലോ. ഇത് ഈ പടം മെൽബൺ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഒഫീഷ്യൽ സെലക്ഷൻ, അതും ഒരു നിങ്ങൾക്ക് ഭയങ്കര ആ യോഗമുണ്ട്. ചില ആൾക്കാർക്ക് ചില യോഗം എന്ന് പറയില്ലേ, ഇയാളും ഈ പറയുന്നത് ഇതല്ലാതെ വേറെ ജീവിതത്തിൽ കല്യാണം കഴിഞ്ഞ ഉടനെ പിന്നെ ഇറങ്ങുന്ന മൂവിയിലും കല്യാണം കഴിക്കാൻ പറ്റി എന്നുള്ളതല്ലേ അങ്ങനത്തെ ഏറ്റവും ആദ്യത്തെ നടന ഞാൻ കണ്ടത് ഇപ്പൊ ഇന്റർവ്യൂ ചെയ്യുന്ന എന്റെ കല്യാണം മാത്രമേ ജീവിതത്തിൽ കണ്ടിട്ടുള്ളൂ എന്ന് എനിക്കൊരു സംശയം. ഇതാണ് നിങ്ങൾ ഒരുമിച്ച് ഒന്നുകൂടെ പറയാനുള്ളത്. പ്രൊഡ്യൂസർ കണ്ട മനോരാജ്യം. ഇതൊന്നും കരകെട്ടണേ ഭഗവാനെ എന്നായിരിക്കും പുള്ളി ഇതിനകത്ത് എങ്ങനെ വന്നു വിട്ടു ഞങ്ങൾക്ക് പോലും അറിഞ്ഞൂടാ. എന്ന് വെച്ചാൽ പുള്ളി ഒരു സീസണിന്റെ പ്രൊഡ്യൂസർ ഒന്നല്ല, ഒരു പാവം മനുഷ്യൻ. സിനിമയെ ഭയങ്കര സ്നേഹമുള്ള, സിനിമയോട് ഇഷ്ടമുള്ള വ്യക്തി. ഞങ്ങൾ തന്നെ പല തവണ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചിട്ടുണ്ട് അനസിന്റെ അടുത്ത്, അനസ ഈ പരിപാടി വേണോ,
എന്നുവെച്ചാൽ ആ ഓസ്ട്രേലിയയിൽ ഷൂട്ട് ചെയ്യുക, ഒരു പടം റിലീസ് ചെയ്യുക. മലയാള സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയിലും 4 8 വെച്ചിട്ട് ഇറങ്ങുന്നുണ്ട്. നമുക്കൊരു സിനിമ ഫലിപ്പിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ്. എല്ലാത്തിനും ഗുഡ് റിവ്യൂസ്, എല്ലാത്തിനും പ്രൊമോഷൻ. ഇത് നമ്മളെന്നാലല്ലോ ആദ്യമായിട്ട് ഈ സാധനം ചെയ്യുന്നത്. ഇത് നല്ല പരിപാടിയാണ്. അപ്പോൾ അനസ് ഒരു സീസൺഡ് ആയിട്ടുള്ള പ്രൊഡ്യൂസർ ആണെങ്കിൽ അവർക്ക് ഇതിൻ്റെ ഒരു ട്രിക്സ് ആൻഡ് ട്രേഡ് അറിയാം, ഇതെങ്ങനെ ചെയ്യണം, എന്ത് പരിപാടി ചെയ്യണം. വേറൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡ്യൂസർ ഇത് വന്ന് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടൊരു വലിയ റിസ്ക്കാണ്. പക്ഷെ അനസിന്റെ മനോരാജ്യം എന്ന് പറയുന്നത് കുട്ടിക്കാലം മുതലേ കണ്ട സ്വപ്നമാണ് സിനിമ എന്നുള്ളത്. അപ്പൊ ആ ഒരു സിനിമയുടെ പ്രൊഡ്യൂസർ ആവുക എന്നുള്ളതിന്റെ പുള്ളി കണ്ടൊരു മനോരാജ്യം യാഥാർത്ഥ്യമാവാണ് ഈ സിനിമയിൽ. ഓസ്ട്രേലിയയിലൊക്കെ പല ആൾക്കാരും പറഞ്ഞിരുന്നു ഓസ്ട്രേലിയയിൽ ഇന്നേ വരെ ഒരു മലയാള സിനിമ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പല സിനിമകളും അനൗൺസ് ചെയ്ത് തുടങ്ങിയൊക്കെ ചെയ്തെങ്കിലും ഫുൾ സിനിമ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പല വെല്ലുവിളികളും വിസ, വർക്കിംഗ് വിസ കിട്ടൽ മുതലുള്ള എല്ലാ പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ടാണ്. ആ അനസ് അത് അവിടെ കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ റിലീസ് ഡേറ്റ് കൂടി അനൗൺസ് ചെയ്ത് മെൽബൺ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഒഫീഷ്യൽ എൻട്രി ആയിട്ട് പടം വരിക വരെ ചെയ്തപ്പോൾ ഓൾറെഡി അവിടെ ആൾക്കാർ പറയുന്നത് അനസ് എന്നുള്ള പെർസ്പെക്റ്റീവിൽ ആൾ സക്സസ്ഫുൾ ആണെന്ന് പറയുന്നത്. ശരിക്കും സക്സസ്ഫുൾ ആയി എന്നുള്ളത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. അതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റിയത്, ഒരു നിമിത്തമാവാൻ പറ്റിയത് വലിയ കാര്യമാണ്. ഇപ്പൊ നമ്മുടെ ഹേമ കമ്മീഷന്റെ ഒക്കെ റിപ്പോർട്ട് വന്നിരിക്കുകയാണല്ലോ, എന്താണ് ജി.പി. ചേട്ടാ അതിനെ പറ്റി പറയാനുള്ളത്? അതിനെക്കുറിച്ച് ഒരു കമന്റ് ചെയ്യാനുള്ള ഒരു ഒന്ന് ആ ഒരു ഇൻഡെപ്ത് സ്റ്റഡി ചെയ്യാനുള്ള സ്പേസിലേക്ക് എത്തിയിട്ടില്ല. 2 സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു ഹാഫ് കുക്ക് നോളജ് വെച്ചിട്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും മറുപടി പറയുന്നത് എൻ്റെ ഭാഗത്ത് നിന്ന് ഭയങ്കര ഇറസ്പോൺസിബിൾ ആയിട്ട് ഒരാളാണ്. എസ്പെഷ്യലി മലയാള ഇൻഡസ്ട്രിയിലെ ഒരു പ്രതിനിധി എന്നുള്ള ഒരു രീതിയിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും പരാമർശിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാ വശങ്ങളിൽ നിന്നും അതിനെക്കുറിച്ച് കൃത്യ ഇൻഫർമേഷൻ കിട്ടാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ബട്ട് ഡെഫിനറ്റ്ലി നമ്മളതിനെക്കുറിച്ച് പഠനം നടത്തുകയും ഇതിന് വേണ്ടതായിട്ടുള്ള ഒരു സൊല്യൂഷനിലേക്ക് എത്തുകയും ചെയ്യേണ്ട ഒരു സ്പേസ് ആണ്. മനോരാജ്യത്തിന്റെ റിലീസ് ഓഗസ്റ്റ് 30 അപ്പൊ ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ് മൊമെന്റിന് വേണ്ടിയിട്ട്. അപ്പൊ എല്ലാവിധ ആശംസകളും. ഞങ്ങൾ അടിച്ചു പൊളിക്കാൻ വേണ്ടി, തിയേറ്ററിൽ അടിച്ചു പൊളിക്കാൻ വേണ്ടി മനോരാജ്യം കണ്ടിരിക്കുകയാണ്. എന്തായാലും കാണൂ, കണ്ടിട്ട് ഞങ്ങളെ അറിയിക്കൂ. ഗംഭീരമാവട്ടെ കാര്യങ്ങൾ. ഞങ്ങളും ഒരു കുസൃതിയുടെ ഭാഗമായിട്ടാണ് ഇതിന്റെ ഒരു കഥ എടുത്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഒരു ഓളം എന്നുള്ളത്. അതെ, എന്ന് വെച്ചാൽ വളരെ സീരിയസ് ആയിട്ട് എത്രയോ കണ്ടന്റുകൾ ഇറങ്ങുന്നു, എത്രയോ സംഭവം ആൾക്കാർക്ക് ഇരുന്ന് ഭയങ്കര സീരിയസ് ആയിട്ട് ഇരുന്ന് കാണുക എന്നുള്ള സംഭവം തന്നെ. അപ്പം മനോരാജ്യം പോലെ ഒരു സിനിമ പോലും ഞങ്ങൾ ചൂസ് ചെയ്യുന്നത് വെച്ചാൽ വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ളൊരു സാധനമാണ് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അതിന്റെ ഇന്റർവ്യൂവും സ്വാഭാവികമായിട്ടും ലൈറ്റ് ഹാർട്ടഡ് ആവാനാണ്, വളരെ സീരിയസ് തലങ്ങളിലേക്ക് പോകുന്ന ഒരു സാധനമാണ്. എനിക്ക് താങ്ക് യു സോ മച്ച്. ഒരു പാട്ട് പാടിക്കൊണ്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ജീവിതന്റെ സ്വരത്തിൽ ആ ഒരു പുള്ളിക്കാരി തന്നെ എഴുതിയതാ പാട്ട്. സീരിയസ്ലി അതാണ് കൊള്ളാലോ. അപ്പം രണ്ടുപേരും കൂടി അല്ല ഞാൻ പാട്ടാണ് ഇദ്ദേഹം ചെയ്യുമ്പോ പുള്ളിക്കാരി ആദ്യമായിട്ട് എഴുതിയ പാട്ട് കൂടിയാണ്. വളരെ മനോഹരമായിട്ടുള്ള ലിറിക്സ് സംഭവമാണ്. പക്ഷെ ഇപ്പോഴും ഞാൻ ബൈഹാർട്ട് പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് വേറെ കാര്യം. എങ്കിലും കുഴപ്പമില്ല, ഞാൻ പറയാം കുറച്ചൊക്കെ. അതിലേറ്റവും ഞങ്ങളിപ്പോ ഒരു റീൽ ചാലഞ്ച് വരെ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. അപ്പൊ ആ സംഭവം 2 വരി പാടാം. അനുരാഗം ഹൃദിമോഹം ആകെ അസ്വസ്ഥമായി എങ്കില്ല അകതാരിൽ ഇരിയാൻ അല്ലേ? അതറിയാം. ഞാൻ അതിന് ട്യൂണൊന്ന് എടുക്കട്ടെ, ഒന്നുകൂടെ എന്നിട്ട് ചെയ്യാം. ഞാൻ മൊത്തം അതിനൊന്നും പോയിട്ട് പാട്ടിലേക്ക് ചേർന്നു. അല്ലല്ലോ പാടാം. അനുരാഗം ഹൃദിമോഹം അകതാരിൽ വിരിയാൻ അലയായി നീൻ അരികിൽ വരുമോ. കറക്റ്റല്ലേ? അനുരാഗം ഹൃദിമോഹം അകതാരിൽ വിരിയാൻ അലയായി നീൻ അരികിൽ വരുമോ. അപ്പൊ ആ ഒരു ഏരിയയാണ് ഇപ്പൊ നമ്മൾ റീൽ ചാലഞ്ച് ആയിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ആളുകൾക്ക് പാടാം, ഇൻസ്ട്രുമെന്റിൽ അത് പ്ലേ ചെയ്യാം, അല്ലെങ്കിൽ ഡാൻസ് റീൽസ് ആയിട്ട് ഇറക്കാം. കുറെ ഓണസമ്മാനങ്ങളൊക്കെ ഞങ്ങൾ പ്രേക്ഷകർക്കായിട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് മനോരാജ്യം റീൽസ് വന്നിട്ട് അത് #ടാഗ് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ
നിങ്ങൾക്ക് ഓരോ സമ്മാനം കിട്ടാം. ഇന്ന് പറഞ്ഞ പോയിട്ട് അത് ചെയ്തിട്ട് എന്നെ ടാഗ് ചെയ്യണം. ഞാൻ സ്റ്റോറി ഞാനൊരു ആങ്കറിന്റെ ആണല്ലോ ഇന്റർവ്യൂ ചെയ്തതെന്നുള്ളത്. അല്ല നേരത്തെ മറ്റേ ഷെഫൊക്കെ ആയിട്ട് കൊളാഷ് ഇതൊക്കെ ചെയ്തല്ലേ, ഇന്നിനി പോയിട്ട് ഈ പാട്ട് ചെയ്യും. അപ്പൊ നെക്സ്റ്റ് പടത്തിന് ഞങ്ങൾ രണ്ടുപേരും ടാഗ് ചെയ്യണം. ചെയ്യാം. ഈ പാട്ട് പാടിയിട്ട് ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ആയിട്ട് ഇട്ടിട്ട് ഞങ്ങളെ ടാഗ് ചെയ്യാം. നിങ്ങൾ റീഷെയർ ചെയ്യുന്ന അപ്പം അതെ അങ്ങനെ കഴിഞ്ഞു പോക്കോളെ.